എന്തുകൊണ്ടാണ് പല്ല് പൊങ്ങിയേക്കുന്നത് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്തിട്ടില്ല. ഇല്ല. പല ആൾക്കാരും എന്തുകൊണ്ട് പല്ല് പൊങ്ങുന്നു, പല്ലിന് ഗ്യാപ്പ് വരുന്നു. എനിക്കിപ്പോ 30 വയസ്സായി, ഇപ്പോഴാണ് പല്ല് പൊങ്ങുന്നത്. അതിന്റെ കാരണം എന്താന്നുള്ളത് മനസ്സിലാക്കിയിട്ടില്ല. പല ആൾക്കാരും എയർവേ ഇഷ്യൂസ് അനുഭവിക്കുന്നവരാണ്. കൂർക്കം വലി, വാ തുറന്ന് കിടന്നുറങ്ങുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് കിടന്നുറങ്ങുന്ന ആൾക്കാര്. അപ്പൊ താടിയുടെ പൊസിഷൻ, ഫിസിയോളജിക്കലി നാക്കിന്റെ പൊസിഷൻ ഒക്കെ തെറ്റിയിരിക്കുന്ന ആൾക്കാരായിരിക്കാം. പക്ഷെ ഈ ഒരു അലൈനർ പെട്ടെന്ന് കൊടുക്കണം, അലൈനർ കുറെ പൈസ കിട്ടും എന്നുള്ളൊരു ചിന്തയിലുള്ള ആൾക്കാരും, അലൈനർ വെച്ചാൽ എന്റെ പല്ല് കമ്പി ഇടുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാം, പല്ല് കമ്പി ഇടണാണ്ട് നമുക്ക് നമ്മുടെ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സാധനം ചെയ്യാന്നൊക്കെ തിരക്ക് പിടിക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് പ്രോപ്പർ ഡയഗ്നോസിസ് ചെയ്യാതെ പെട്ടെന്ന് ഏറ്റവും ചീപ്പായിട്ട് ഒരു അലൈനർ ഉപയോഗിക്കാനും ശ്രമിക്കുന്ന പേഷ്യൻസും ഡോക്ടേഴ്സും ഉണ്ട്. ഓക്കെ, ഇതിന്റെ ഡയഗ്നോസിസ് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ അപ്രോച്ച് മാറും, ദ വേ ഇറ്റ് ഈസ് ട്രീറ്റഡ് മാറും. അപ്പോ കൃത്യമായിട്ടുള്ള റീറ്റെയിനേഴ്സ് എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇന്നമാതിരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും, പല്ലിന്റെ പൊസിഷൻ റീറ്റെയിൻഡ് ആവും ഓവർ എ പീരിയഡ്, ഇതെല്ലാം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പല്ല് പൊങ്ങാത്ത രീതിയിലേക്ക് എത്തിക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റിലല്ല പലരും വർക്ക് ചെയ്യുന്നത്. പലപ്പോഴും ഈ ട്രെൻഡിന്റെ ഒരു ആധിക്യത്തില് ആൾക്കാർ ഈ പെട്ടെന്നുള്ള റിസൾട്ട് കിട്ടാൻ മാത്രം നോക്കുന്നുള്ളൂ. ഇത് സ്റ്റെബിലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു റിട്ടൻഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ആരും ശ്രദ്ധിക്കാറില്ല. കാരണം ആ തിരക്കിൽ ഇത് വേഗം തീർന്നു കിട്ടുക, ഇതിനെ കൊണ്ട് ഒരു ഉപദ്രവം ഒഴിവാക്കി കിട്ടുക എന്നുള്ള ചിന്ത മാത്രമാണ് പലർക്കും ഉണ്ടാവുക.